തിങ്കൾ ബാൽ ഡിംപിളിൻ്റെ സഹോദരിയാണ്. റിയാലിറ്റി ഷോയിലൂടെയാണ്, ബിഗ് ബോസിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂബർ ബുക്ക് ചെയ്ത് യൂബറിൽ കയറി. അതിനുശേഷം ആ യൂബറിലെ ഡ്രൈവറുമായിട്ട് സംസാര വിഷയമാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്നു. പിന്നീട് യൂബറിന് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അസഭ്യ വാക്കുകൾ പറയുന്നുണ്ട്. അത് ഡ്രൈവർ ഷൂട്ട് ചെയ്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഡിംപിൾ വന്ന് അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പം തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്നത് നല്ല സ്വഭാവമല്ലല്ലോ. നമ്മളുമൊക്കെ യൂബർ ബുക്ക് ചെയ്യാറുണ്ട്, മാനം മര്യാദയ്ക്ക് പോകാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്നു, സന്തോഷമായിട്ട് പിരിയുന്നു. അപ്പം അഹങ്കാരം കാണിച്ചിട്ടാവുമല്ലോ ഒരു പക്ഷേ ഡ്രൈവർ ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല സുഖമുള്ളൊരു ഏർപ്പാടല്ല. അത് മാത്രമല്ല, വെളുപ്പാങ്കാലത്ത് മദ്യപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. എന്നാലും ഇങ്ങനെ എന്താ പറയുക, ഇവരൊക്കെ ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു രീതിയിലാണ് ഇവരുടെയൊക്കെ ജീവിതം. അത് പേഴ്സണൽ കാര്യമാണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിനോടൊപ്പം തന്നെ ഗബ്രി ബിഗ് ബോസിൽ നിന്ന് ഏകദേശം പുറത്താവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കുറവ് വോട്ട് ഗബ്രിക്കാണ്. പിന്നെ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്, ആരായിരിക്കും ഇത്തവണ കപ്പ് കൊണ്ടുപോകുന്നത്? എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് ജാസ്മിനാണ് കപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് മിക്കവാറും കപ്പ് കൊണ്ടുപോകാൻ ചാൻസ് അൻസിബ തന്നെയാണ്. അൻസിബ മിണ്ടാപ്പൂച്ച കലവടയ്ക്കുമെന്ന് പറഞ്ഞ കണക്ക് അൻസിബ നിന്ന് കപ്പടിച്ചുകൊണ്ട് പോകാൻ എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ചോദിക്കും, ബിഗ് ബോസിന് ഏറ്റവും പ്രിയപ്പെട്ടത് ജാസ്മിൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ട്. പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ശോഭയെക്കുറിച്ച് വരുന്നുണ്ട്. ശോഭയെ സംബന്ധിച്ച് ശോഭയ്ക്ക് നല്ല രീതിയിൽ സ്വാധീനമുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരുപാട് പേരുമായിട്ട് സ്വാധീനമുണ്ട്. അതിൻ്റേതൊക്കെ അതുകൊണ്ടാണ് 100 ദിവസം തികയ്ക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞതും. ശോഭയാണ് ജാൻമണിയെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും. പിന്നെ അനു ജോസിന് പ്രത്യേക സ്വാധീനം ഉണ്ടായിരുന്നു. അനു ആണ് റോക്കി ബായെ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ വന്നിട്ട് ശരണ്യയ്ക്ക് പ്രത്യേക സ്വാധീനമുണ്ട് ബിഗ് ബോസിൽ. അതിനേക്കാളെല്ലാം ഉപരി നാദിറ എന്തുകൊണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന പല കാര്യങ്ങളും ഫസ്റ്റ് എങ്ങനെ പോസ്റ്റ് ഇടുന്നു? ഇവിടെ 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പോലെ ഓരോരുത്തരിരുന്നിട്ട് കിട്ടാത്ത സാധനം എങ്ങനെ നാദിറയ്ക്ക് മാത്രം കിട്ടുന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ഒരുപാട് ബിഗ് ബോസിൽ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഖിൽ മാരാര് ഉള്ള സത്യം വിളിച്ചു പറയുന്നു. അപ്പം പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പറയൂ നിങ്ങൾ ആ പെൺകുട്ടിയെ എന്തിന് പേര് പറയണം? പെൺകുട്ടിയുടെ പേര് എന്തിന്? ആളുകളുടെ മുമ്പിൽ ചിരിപ്പിക്കാനോ? ഒരിക്കലും അഖിൽ മാരാർക്ക് ആ പെൺകുട്ടിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് വോയിസുകളും ഒക്കെ തെളിവായിട്ടുണ്ടെന്ന്. ചുമ്മാ അതൊന്നും അഖിൽ വന്ന് അങ്ങനെ എത്രയും സ്റ്റേണായിട്ട് പറയത്തില്ല.